സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്നതിൽ യാതൊരു മടിയും ഇല്ലാതിരുന്ന വ്യക്തിയായിരുന്നു ബോബി ചെമ്മണ്ണൂർ. ഇത്തരം പ്രയോഗങ്ങളിൽ ഒരു വശത്ത് വിമർശനം ശക്തമാകുമ്പോൾ തന്നെ മറുവശത്ത് തൻ്റെ ആരാധകരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു. അത് നേടിയെടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. എന്നാൽ ഹണി റോസ് വിഷയത്തിൽ മാത്രം അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് ബോബി ചെമ്മണ്ണൂരിന് ലഭിച്ചത്. സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം തന്നെ അവഹേളിക്കുന്നുവെന്ന് കാട്ടി ഹണി റോസ് നൽകിയ പരാതിയിൽ ചടുല നീക്കങ്ങളായിരുന്നു പോലീസ് നടത്തിയത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെട്ടതായുള്ള വാർത്തകളും പുറത്തുവന്നു. ഇതോടെ പരാതി ലഭിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വയനാട് വച്ച് ബോച്ചെ ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പിന്നീട് കൊച്ചിയിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയ ബോബിയെ കോടതിയിൽ ഹാജരാക്കി. റിമാൻഡിലായ ബോബി ചെമ്മണ്ണൂരിന് ഒടുവിൽ കർശന ഉപാധികളോടെ 6ാം നാളാണ് കോടതി ജാമ്യം അനുവദിക്കുന്നത്. ജാമ്യം അനുവദിച്ചിട്ടും കാക്കനാട്ട് ജയിലിൽ നിന്നും പുറത്തിറങ്ങാതിരുന്ന ബോബിക്കെതിരെ കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഹണി റോസ് വിവാദവും ജയിൽവാസവും ഒരു വശത്ത് ബോബിക്ക് ക്ഷീണമായെങ്കിലും മറുവശത്ത് അത് അനുകൂലമായി മാറുകയാണുണ്ടായത്. വലിയൊരു വിഭാഗം ആളുകൾ ഇപ്പോഴും വിഷയത്തിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു. ബോബിയെ പിന്തുണച്ചുകൊണ്ട് ഹണി റോസിനെതിരെ അധിക്ഷേപം നടത്തുന്നവരും നിരവധിയായിരുന്നു. താരം കേസ് കൊടുക്കാൻ തുടങ്ങിയതോടെയാണ് ഇതിന് അല്പമെങ്കിലും മയമുണ്ടായത്. അതുപോലെ തന്നെ ഹണി റോസ് വിഷയം തൻ്റെ ബിസിനസിനെ യാതൊരു വിധത്തിലും ബാധിച്ചിട്ടില്ലെന്നാണ് പുതിയ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബോബി ചെമ്മണ്ണൂർ വ്യക്തമാക്കിയത്. ജയിലിൽ പോയിട്ടും എനിക്ക് ബിസിനസ് കൂടുകയാണുണ്ടായതെന്നാണ് ബോബി ചെമ്മണ്ണൂർ പറയുന്നത്. അതിന് ഉപഭോക്താക്കളോടും ഇടപാടുകാരോടുമൊക്കെ ഈ വേളയിൽ ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ ജയിലിൽ പോയപ്പോൾ എല്ലാ ഉപഭോക്താക്കളും സുഹൃത്തുക്കളും ആരാധകരുമൊക്കെ ശക്തമായി കൂടെ നിന്നു. ബിസിനസ് എങ്ങനെ മുന്നോട്ടു പോകുമെന്ന ടെൻഷൻ നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ പതിവിന് വിപരീതമായി ബിസിനസ് കൂടുകയാണുണ്ടായത്. എല്ലാവരും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. ജീവനക്കാരെല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായി തന്നെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോയി. അതിനുവേണ്ടി എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയും ബോബി ചെമ്മണ്ണൂർ ചെയ്തു. അതേസമയം വാർത്താസമ്മേളനത്തിനിടെ ഷോറൂം ഉദ്ഘാടനത്തിനെത്തിയ കുംഭമേളയിലെ വൈറൽ താരം മൊണാലിസയ്ക്ക് പ്രണയദിന സമ്മാനമായി 10,000 രൂപ വിലമതിക്കുന്ന പ്രത്യേക ഡിസൈൻ മാലയും ബോബി ചെമ്മണ്ണൂർ കൈമാറി. 15 ലക്ഷം രൂപയാണ് മൊണാലിസയെ കേരളത്തിലെത്തിക്കാനായി ബോബി ചെമ്മണ്ണൂർ ചെലവഴിച്ചതെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്.